കോഴിപ്പള്ളി പുഴയിൽ ചെളിയും മണലും അടിഞ്ഞുകൂടി ജലവിതരണം പ്രതിസന്ധിയിൽ. സമയബന്ധിതമായി ചെളിയും മണ്ണും നീക്കം ചെയ്തില്ലെങ്കിൽ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. മഴക്കാലം തുടങ്ങുന്നതോടെ പുഴയുടെ ആഴക്കുറവ് വെള്ളപ്പൊക്ക സാധ്യതയും വർദ്ധിപ്പിക്കും. കോഴിപ്പള്ളി പുഴയിൽ ചെളിയും മണലും അടിഞ്ഞുകൂടി പമ്പിംഗ് തടസ്സപ്പെടുന്നതിനാൽ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിൽ. കോതമംഗലത്തെ കുടിവെള്ള വിതരണം പ്രധാനമായും കോഴിപ്പള്ളി പുഴയിൽ നിന്ന് പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ്. കോഴിപ്പള്ളി പാലത്തിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് പമ്പിംഗ് നടത്തുന്നത്. എന്നാൽ നിലവിൽ പുഴയിൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയതിനാൽ പുഴയുടെ ആഴം ഗണ്യമായി കുറഞ്ഞു. സമയബന്ധിതമായി ചെളിയും മണ്ണും നീക്കം ചെയ്തില്ലെങ്കിൽ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. മഴക്കാലം ആകുന്നതോടെ പുഴയുടെ ആഴക്കുറവ് വെള്ളപ്പൊക്ക സാധ്യതയും വർദ്ധിപ്പിക്കും. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളിയും മണ്ണും നീക്കം ചെയ്ത് പുഴയുടെ സ്വാഭാവിക ആഴം പുനഃസ്ഥാപിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ ഷിബു കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് കോഴിപ്പള്ളി പുഴയിൽ നിന്നുമാണ്. കോഴിപ്പള്ളി പുഴയിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം ശുദ്ധീകരിച്ച് പമ്പ് ചെയ്താണ് ഈ ഭാഗങ്ങളിലൊക്കെ കുടിവെള്ളം എത്തിക്കുന്നത്. എന്നാൽ ഇന്ന് കുടിവെള്ളമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിന് കാരണം ഈ പുഴയിൽ, കോഴിപ്പള്ളി പുഴയിൽ ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞ് വെള്ളം സംഭരിക്കുവാനുള്ള ശേഷി ഇല്ലാത്ത ഒരവസ്ഥ ആയി മാറിയതുകൊണ്ടാണ്. ഇതിനൊരു പരിഹാരം എന്നത് വർഷങ്ങളായി അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളിയും മാലിന്യങ്ങളുമെല്ലാം ഈ കോഴിപ്പള്ളി പുഴയിൽ നിന്നും നീക്കം ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ കുടിവെള്ള വിതരണത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ പുഴ ഇല്ലാതാകുന്നതോടുകൂടി, ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞ് പുഴ ഇല്ലാതാകുന്നതോടുകൂടി മഴക്കാലമാകുമ്പോൾ വെള്ളപ്പൊക്കം അതിഭയങ്കരമായി, അതിരൂക്ഷമായി ഉണ്ടാകുവാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.